ഹലോ. അപ്പം നമ്മളുടെ ലാസ്റ്റ് വീഡിയോസ് തുടർച്ചയായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് നമ്മൾ ഇറങ്ങി നമ്മൾ എങ്ങോട്ടാ പോണേന്ന് വെച്ചാൽ ഒരു ബീച്ച് സ്റ്റേഷനിലേക്കാണ് നമ്മളോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് നമുക്ക് പ്രത്യേകിച്ച് ആരുടെ ഹെൽപ്പ് ആവശ്യമില്ല. അവിടെ തന്നെ ഈ മോണോറെയിൽ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മളത് കയറിയിരിക്കുന്നത് റിസോർട്ട്സ് വേൾഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ പോവുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ സാധാരണ ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ നടന്നു പോകേണ്ടത് എവിടുന്ന് വരികയാണെങ്കിലും. ഈവൻ നമ്മൾ ബസ്സിലാണ് വന്നതെങ്കിലും പല ടൂറിസ്റ്റുകൾക്കും ഈ ഒരു മോണോറെയിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഈ ഒരു മോണോറെയിലിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാം ഉള്ളത്. അപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റേഷനോ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേഷനോ ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ബീച്ച് സ്റ്റേഷൻ ആണ്. അപ്പോൾ നമ്മൾ അവിടെ എന്തിനാ വന്നിരിക്കണേന്ന് വെച്ചാൽ വിങ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ലൈറ്റ് ഷോ അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല ഇത് എന്താണ് സംഭവം എന്ന്. അപ്പം ടൈം ആയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ നേരത്തെ എത്തി. നേരത്തെ എത്തിയതുകൊണ്ട് നമുക്ക് ആ സ്ഥലമൊക്കെ ഒന്ന് ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. കുറച്ചു നേരം അവിടെ പോയി ഇരുന്നു. അവിടെ ഒരു മ്യൂസിക് ഷോ നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം ഫോട്ടോസ് എടുക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം ചെയ്തു. പിന്നെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴാണ് ഓക്കെ മ്യൂസിക് ഷോ അല്ലെങ്കിൽ ഈ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്കായിരുന്നു അവിടെ. ഏതൊക്കെയോ അതിഥികൾ, അതായത് ഗസ്റ്റുകൾ വരുന്നുണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഒരു മ്യൂസിക് ഷോയും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കാണാൻ വന്നത് വിങ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റ് ഷോ ആണ്. അപ്പം എന്താന്നുള്ളതൊന്നും വലിയ അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഓരോ സമയം എത്തിയപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയി. അപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയ ഉടനെ നമ്മൾ വേഗം കയറി. ഇതൊരു ബീച്ചിൻ്റെ കരയിലാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇത്ര അധികം ആൾക്കാരനെ അവിടെ കൊള്ളുന്നോ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇരിക്കാൻ പോകുന്ന ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് സ്റ്റേഡിയം പോലെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നടുക്കൊരു സ്ക്രീൻ പോലെ ആ കാണുന്ന ആരോ പോലെ കാണുന്നില്ലേ, അപ്പോൾ അത് ആ സ്ക്രീനാണ് ശരിക്കും ഇതിൻ്റെ മെയിൻ സംഭവം. അപ്പം അതിലാണ് ഒരു ഇരുട്ടായാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോ കണ്ടിട്ട് കാര്യമുള്ളൂ. അപ്പം ഒരു ലൈറ്റ് ഷോ പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഫൗണ്ടനിലൊക്കെ നമ്മൾ ലൈറ്റ് ഷോ കാണുമല്ലോ, അപ്പോൾ ഏകദേശം ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. എനിക്ക് പിന്നീട് അതാ മനസ്സിലായത് ഇതെന്താണ് ഷോ, എന്തിനെ കുറിച്ചാണെന്നൊന്നും അറിയില്ലായിരുന്നു. കണ്ടു തുടങ്ങിയപ്പോൾ ഓക്കെ മനസ്സിലായി. പക്ഷേ എനിക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും ഓക്കെ, വലിയ വെർത്ത് വാച്ചിങ് എന്നൊന്നും ഇതും പറയാൻ എനിക്ക് പറ്റില്ല. യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഒക്കെ ഒരു മസ്റ്റ് വിസിറ്റ് ആണ്. പക്ഷേ വിങ്സ് ഓഫ് ടൈം വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഇറ്റിനറി റെഡി ആക്കുന്ന സമയത്ത് ഈ വിങ്സ് ഓഫ് ടൈം എടുക്കണം എന്ന് നിർബന്ധമില്ല. അത്രയ്ക്കും ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു സംഭവമല്ല എനിക്ക്. ഇനി എൻ്റെ പോലെ അല്ല കേട്ടോ, മറ്റുള്ള ആൾക്കാർക്ക് ചിലപ്പം കുറച്ച് ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് സെലക്ട് ചെയ്യാം. Keep on hoping, we just have to keep on loving. Let us gotta keep on hoping, keep on hoping. We just have to keep on loving. gotta keep on hoping, hoping, hoping. Us keep on hoping. We just have to keep on loving. Let us keep on hoping, Keep on holding on. We just have to keep on loving. Let us keep on hoping. We just have to keep on loving. When you're traveling, keep on hoping. We just have to keep on loving. When you're traveling, Keep on hoping, we just have to keep on loving. So, Shabazz, how exactly can you travel through time? Well,
Thanks to my wings of time, of course. Oh, of course. അങ്ങനെ ലൈറ്റ് ഷോ ദേ കണ്ട് കഴിയാറായി. ഇത് ശരിക്കും വെള്ളത്തിലാട്ടോ, വെള്ളം ഇങ്ങനെ പൈപ്പിൽ ചീറ്റിച്ച് അതിലാണ് ഈ ലൈറ്റ്സ് ഒക്കെ വരുന്നത്. ഫൗണ്ടൻ ഷോ പോലെ തന്നെയാണ് ഏകദേശം ഇതും. അപ്പോൾ രസമൊക്കെ തന്നെയായിരുന്നു ലാസ്റ്റ്. അതായത് എല്ലാം രസം ഉണ്ടായിരുന്നില്ല, ചില ഭാഗങ്ങൾ വരുമ്പം നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ വീഡിയോ ഒന്നും എടുത്തൂല്ല. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മളെ പിക്കപ്പ് ചെയ്യാൻ ഇവിടെ തന്നെ, അതായത് ഈ സ്റ്റേഷൻ്റെ ഭാഗത്ത് തന്നെ വണ്ടി അയക്കാമെന്ന് പറഞ്ഞു ഭാഗ്യത്തിന്. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും മോണോറെയിൽ കയറി വന്നേനെ. നമ്മൾ അവിടുന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഹോട്ടലിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പം അത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇനി ഒരു വീഡിയോയും കൂടി ശരിക്ക് സിംഗപ്പൂരിൻ്റെ ഉണ്ടാവുള്ളൂ. കാരണം ഇത് തേർഡ് ഡേ ആണ്. ഇനി ഫോർത്ത് ഡേയിലത്തെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ഞാൻ നാളെ തന്നെ ഇടുന്നതായിരിക്കും, അതുകൊണ്ട് കാണാൻ മറക്കല്ലേ കേട്ടോ.